ധനുസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്തിടെ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അതേമാതിരി മോഡൽ ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ തയ്യാറെടുക്കുന്നവർക്കും അതേപോലെ പോലീസ് കോൺസ്റ്റബിൾസ് തസ്തിക, അതേപോലെ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ, LDCക്കും ഒക്കെ എഴുതുന്നവർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ചോദ്യം ഇതാണ്: ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ ഡി രക്തരഹിത വിപ്ലവം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി ടു എങ്ങോട്ടാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി തേയില വ്യാപാരം അല്ലേ, അമേരിക്കൻ കോളനികളിൽ നിന്നൊക്കെ ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നെക്സ്റ്റ് വൺ: ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ലൂയി 14, ലൂയി 15, നെപ്പോളിയൻ, ലൂയി 16. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ ആരാണ്? ആൻസർ നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ആൻസർ നെപ്പോളിയൻ. ആൻസർ നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ ആരാണ്? നെപ്പോളിയൻ. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ ആരാണ്? നെപ്പോളിയൻ ആണ്. അടുത്ത ചോദ്യം: ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതല്ല? ആൻസർ നമുക്ക് പറയാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവനകൾ 2ഉം 3ഉം തെറ്റായ പ്രസ്താവനകളാണ്. ഓക്കെ, 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. ഓക്കെ, ഇത് തെറ്റാണ്. അപ്പം നമ്മുടെ ആൻസർ അവിടെ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മൾ കറുപ്പിക്കേണ്ട സംഭവം അല്ലേ. ഇവിടെ ഓപ്ഷൻ 2-മത്തതും 3-മത്തെ തെറ്റായ പ്രസ്താവന. നമുക്കറിയാം എന്ത് ലാഹോർ സമ്മേളനം എന്ന് പറയുമ്പോൾ, ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. നമുക്കറിയാവുന്നൊരു ഫാക്റ്റാണ് അല്ലേ. എപ്പോഴും അത് ചോദ്യങ്ങൾ സിംഗിളായി ചോദിക്കുന്നൊരു കാര്യമായിരുന്നു അത്. ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. അത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ ഇവിടെയുള്ളത്. ലാഹോറിൻ്റെ ഒരു ഫാക്റ്റ് ശരിക്കും എന്താണ്? ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഏറ്റവും ചെറിയ ബേസിക് ഫാക്റ്റാണിത്. ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ചോദ്യം: 1857 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവരുടെ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിട്ടുണ്ട്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനുണ്ട്, ഷമാലുണ്ട്, മൗലവി അഹമ്മദുള്ളയുണ്ട്, ബീഗം ഹസ്രത്ത് മഹലുണ്ട്. ഇവരിൽ നമുക്ക് എന്ത് യോജിപ്പിച്ച ആൻസർ പറയാം? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, ഡി ആണ് ആൻസർ. അതായത് ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയായിരുന്നു ഉള്ളത്? ഡൽഹിയിലായിരുന്നു അല്ലേ. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണുള്ളത്. ഷാമാൽ എവിടെയാണ്? ബരാട്ട് എന്ന സ്ഥലത്താണ്. ഷാമാൽ ബരാട്ട് പഠിച്ചില്ലേ? ഷാമാൽ ബരാട്ടാണ്. ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ്? ഡൽഹിയിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ്. ഷാമാൽ എവിടെയാണ്? ബരാട്ടാണ്. ഇനി മൗലവി അഹമ്മദുള്ള എവിടെയാണ്? എവിടെയായിരുന്നു? ഫൈസാബാദിലാണ് യുദ്ധം ചെയ്യാൻ പോയതില്ലേ. അദ്ദേഹം ഫൈസാബാദിലാണ് യുദ്ധം ചെയ്തത്. ആര്? മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദ് ഫൈസാബാദുള്ള. ഓക്കെ, മൗലവി അഹമ്മദുള്ള എവിടെയായിരുന്നു? ഫൈസാബാദിലായിരുന്നു. എന്നാൽ ഇനി ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ എപ്പോഴും ഇവിടെ തന്നെയായിരുന്നു, ലക്നൗ തന്നെ അല്ലേ. ലക്നൗവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഹസ്രത്ത് മഹൽ എവിടെ? ലക്നൗവിലാണ്. ഹസ്രത്ത് മഹൽ ലക്നൗ. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ മിക്കവാറും കാണാതെ പഠിക്കുകയോ എഴുതി പഠിക്കുകയോ ഒക്കെ ചെയ്യില്ല.
കണക്ഷൻ വെച്ച് പഠിക്കുകയോ ചെയ്യണം. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയാണ്. ഷാമാൽ ബരാട്ടാണ്. മൗലവി അഹമ്മദുള്ള എവിടെയാണ്? ഫൈസാബാദാണ്. ബിഗ ഹസ്രത് മഹൽ എവിടെയാണ്? ലക്നൗവിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണെന്ന് ഒന്ന് ഉറപ്പിച്ച് നോക്കാം. നെക്സ്റ്റ് ചോദ്യം. ഇവിടെ തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേതാണ്? ആൻസർ ഓപ്ഷൻ ബി 1865ആണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം. 1800കളിലാണ് പണ്ടാരം അടങ്ങുന്നത് അല്ലേ? 1865 പണ്ടാരപ്പാട്ട വിളംബരം. പാട്ടയുടെ 8 അല്ലേ? പാട്ടയ്ക്ക് 8 കൊടുക്കാൻ വേണമെങ്കിൽ പാട്ടയ്ക്ക് 8ഉം 65. അപ്പോൾ 8നകത്ത് 65 ഇട്ട് കൊടുത്താൽ ശരിയാകുമായിരിക്കും. പാട്ടയ്ക്കകത്തുള്ള 8നകത്തിൽ 1800 കഴിഞ്ഞ് പിന്നെ 65 കണ്ടുപിടിക്കുക കുഴപ്പമില്ല. ഓക്കെ, പാട്ടയ്ക്ക് 8 കണ്ടു 18 ആയില്ലേ? പിന്നെ 2 കുറച്ച് 6 എഴുതുക, പിന്നെ 1 കുറച്ച് 5 എഴുതുക. ഓക്കെ, പണ്ടാരമടങ്ങാൻ 18 6 5 അല്ലേ? പാട്ടയ്ക്കകത്ത് പാട്ടയെ 8 എടുക്കുക, 6 എടുത്തു. ഓക്കെ, പിന്നെ 2 കുറച്ച് 8 എടുത്തു, 6 എടുത്തു, 5 എടുത്തു. ഓക്കെ, പണ്ടാരപ്പാട്ട വിളംബരം മറക്കരുതിന്. പണ്ടാരം അടങ്ങൊന്നും പറയില്ല കേട്ടോ. അത് ശരിക്കും ഉള്ള നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ വാക്കൊന്നും അല്ല. പക്ഷേ പഠിക്കാൻ വേണ്ടി നമുക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആ പണ്ടാരം അടങ്ങുന്നൊക്കെ അതെല്ലാവരും കൊളോക്കിയലായിട്ടും പറയുന്ന ഭാഷയാണ്. പോട്ടെ, പക്ഷെ ലോജിക്കലി ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളത് പറയാൻ പാടില്ല. ഓക്കെ, അത് ഞാൻ സോറി പറയുന്നു. നെക്സ്റ്റ് എന്തായാലും പഠിക്കണം അത്. പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, 1865 പണ്ടാരപ്പാട്ട വിളംബരം. 865 എട്ടിനകത്ത് ആ അതിൽ 8ൻ്റെ കണക്ഷൻ കൊടുക്കുക. സോ 865 എന്ന് കിട്ടും. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. ഓക്കെ, 1865 പാട്ട. അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയൻ അല്ലേ? സജി ചെറിയൻ. നമുക്ക് ഫിഷറീസ് വകുപ്പും അദ്ദേഹത്തിനെയാണ്. സജി ചെറിയൻ ചെങ്ങന്നൂർക്കാരൻ അല്ലേ? സജി ചെറിയൻ. അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവന പരിഗണിക്കാം അല്ലേ? ഇതിൽ എന്താ പറയുക, എയുടെ വാദവും ബിയുടെ വാദവും 2 പ്രസ്താവന വായിക്കാം. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ഇതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള സംഭവമാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ശരിക്കും എന്താ അവിടുത്തെ പരിപാടി? ഉപ്പ് തടാകം അവിടെ കാണുന്നുണ്ട്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും. ഉത്തരം ശരിക്കും പറയട്ടെ, ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 2 പ്രസ്താവനയും ശരിയാണ് അല്ലേ? അതായത് ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണാം, മരുഭൂമിയിൽ കാണാം. ഓപ്ഷൻ ശരിയായ പ്രസ്താവന. നെക്സ്റ്റ്, മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? നമുക്കറിയാവുന്നതാണ്. പക്ഷെങ്കിൽ ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓക്കെ, ആവാം, ശരിയാണ്. ഓക്കെ, ഇവരുടെ കുഴപ്പം നമ്മൾ കാണുന്നതായിരിക്കില്ല ഒരു പക്ഷേ അവരുടെ ആൻസർ എന്ന് പറയുന്നത്. കാരണം ഭാഗ്യം പോലെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നതായിരിക്കില്ല ചോദ്യകർത്താവിൻ്റെ കയ്യിലുള്ള ഉത്തരം. ഓക്കെ, അതൊരു പ്രശ്നം ഈ ഒരു ചോദ്യങ്ങൾക്ക്, ഇത്തരം റീസണബിൾ ചോദ്യങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. ഭൂമിക്ക് എന്തൊക്കെയാണ്? ഭൂവൽക്കം, മാൻറ്റില, പുറക്കാമ്പ്, അകക്കാമ്പ് അല്ലേ? കോർ എന്നൊക്കെയുള്ള ഭാഗം. അപ്പോൾ അതിനകത്തുള്ളത് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ഇരുമ്പും നിക്കൽ അല്ലേ? അതിന് വേറൊരു പേര് പറയുമല്ലോ. വാട്ട് ഈസ് ഇറ്റ്? ഏതൊരു പേരായിരുന്നു എൻ്റെ അല്ലേ? ഇതല്ലേ പേര്? നിഭേ എന്നൊക്കെയല്ലേ പറയാം. ഓക്കെ, നിഭേ ആണല്ലോ, ശരിയാണ്, നിഭേ. ഓക്കെ, ഇരുമ്പും നിക്കലുമാണ് നിഭേ എന്നാണ് പറയുക. അപ്പോൾ ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പും നിക്കലുമാണ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്?
ഇരുമ്പ്, നിക്കൽ. ഇപ്പോൾ ഭൂമിയിൽ ഭൂവൽക്കം ഏറ്റവും ആദ്യം, പിന്നെ മാൻറ്റിൽ, അകക്കാമ്പ്, പുറക്കാമ്പ് എന്നിങ്ങനെ സംഭവമില്ലേ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെയുണ്ട്. അതിനകത്ത് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും നിക്കലും. പഠിച്ചില്ലേ? അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇരുമ്പും നിക്കലുമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയല്ലാത്ത പ്രസ്താവന അല്ലേ, അത് നമ്മളെ കുഴപ്പിക്കും. ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൻസർ ഓപ്ഷൻ ബി. 2ഉം 3ഉം ശരിയല്ല അല്ലേ, 2ഉം 3ഉം ശരിയല്ല. നമുക്കപ്പോൾ അത് വായിക്കണ്ടല്ലോ. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. അപ്പം 2ഉം 3ഉമാണ് ശരിയല്ലാത്തവ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ലാബ്രഡോർ പ്രവാഹം അല്ലേ, ലാബ്രഡോർ പ്രവാഹം. ലാബ്രഡോർ എന്താണ്? ശീതജല പ്രവാഹമാണ്. ശീതജല പ്രവാഹമാണ് ലാബ്രഡോർ. ലാബ്രഡോർ ഇവിടെ കാണപ്പെടുന്നതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ശീതജല പ്രവാഹം നമ്മുടെ കൈയും കാലമൊക്കെ എടുത്ത് പഠിപ്പിക്കുക. ലാബ്രഡോർ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ശീതജല പ്രവാഹമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അല്ലേ. പക്ഷേ അടുത്തത് ഒയാഷിയോ എവിടത്തെയാണ്? പസഫിക് സമുദ്രത്തിലെ അല്ലേ, പസഫിക്കിലെയാണ് ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹം. അപ്പം ഇവിടെ പഠിച്ചു വയ്ക്കാം. അറ്റ്ലാന്റിക്കിലെ പ്രവാഹം ഏതാണ്? ലാബ്രഡോർ. അറ്റ്ലാന്റിക് ലാബ്രഡോർ ആണ്. പസഫിക്കിലെ ഏതാണ്? ഒയാഷിയോ ആണ് അല്ലേ. ലാബ്രഡോർ അറ്റ്ലാന്റിക്കിലെ ഏത് തരം പ്രവാഹമാണ്? ശീതജല പ്രവാഹമാണ്. ഓക്കെ, രണ്ടും ഒയാഷിയോയും ലാബ്രഡോറും എന്താണ്? ശീതജല പ്രവാഹങ്ങളാണ് അല്ലേ. ശീതജല പ്രവാഹം, തണുപ്പ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ലാബ്രഡോർ പഠിക്കുക അല്ലേ, അറ്റ്ലാന്റിക് പഠിക്കാം, ശീതജലമാണ്. ഒയാഷിയോ പഠിക്കാം, പസഫിക് പഠിക്കുക അല്ലേ. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നു. നെക്സ്റ്റ് നമുക്ക് വേണ്ടതൊക്കെ നമ്മളിങ്ങനെ വഹിച്ചെടുക്കണം അവിടെ. ഓക്കെ, ഇവിടെ ശരിയില്ലാത്ത പ്രസ്താവന ഏതൊക്കെയായിരുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു അല്ലേ. ശരിയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ലാബ്രഡോർ അറ്റ്ലാന്റിക്കിലെ ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ എന്താണ്? പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നിന്ന് മാറ്റിപ്പിടിക്കാം. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ? ആൻസർ ഇടുക്കിയാണ് കേട്ടോ. ആൻസർ ഇടുക്കിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതു ധാതുവാണ് ബ്രൗൺ ഡയമണ്ട്? അല്ലേ, ഡയമണ്ട് എല്ലാം വെളുത്തല്ലേ ഇരിക്കുക അല്ലേ, വെളുത്ത ഡയമണ്ട് മാത്രമല്ല ബ്രൗൺ ഡയമണ്ടും ഉണ്ട്. സോ ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ലിഗ്നൈറ്റ് ആണ്. ആൻസർ എന്താണ്? ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട്. ബ്രൗൺ കോൾ, ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? RBIയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ശരിക്കും ആരാ ബന്ധമില്ലാത്തവർ അല്ലേ? RBI എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നിർവചനം. ഇപ്പോൾ ശരിക്കും ഇല്ലാത്ത പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നുള്ള പ്രസ്താവനയാണ് RBIയുമായി ബന്ധമില്ലാത്തത് അല്ലേ. നമുക്കതറിയാം, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സർക്കാരിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് RBI. ബാങ്കുകളുടെ ബാങ്കാണ് RBI. സർക്കാരിൻ്റെ ബാങ്കാണ് RBI അല്ലേ. നമുക്ക് ഇവിടുത്തെ എന്താണ് ഈ ബന്ധമില്ലാത്ത സംഭവം ആരാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? 82 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നബാർഡ്. ഒട്ടുശാസ്ത്രി പറയും 82 വന്ന ഏതാണ്? നബാർഡ്. നെക്സ്റ്റ്, സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജി അല്ലേ.
അറിയാം, ചോർച്ച, നവറോജിയുടെ ചോർച്ച സിദ്ധാന്തം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് എന്താണ്? നീതി ആയോഗ് ലക്ഷ്യമല്ലാത്തത് അല്ലേ? ഓപ്ഷൻ എ, ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. നീതി ആയോഗ് ലക്ഷ്യമല്ലാത്തത് ഏതായിരുന്നു അല്ലേ? നമുക്കറിയാം, ഒരു തലയ്ക്കൊരു ക്ലിക്ക് കിട്ടും. ലക്ഷ്യമല്ലാത്തത് നീതി ആയോഗിൻ്റെത് അല്ലേ? ആൻസർ ശരിക്കും എന്താണ്? ലക്ഷ്യമല്ലാത്തത് ജൈവ കൃഷി രീതി അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഓക്കെ അല്ലേ? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, തൃതീയ മേഖല. തൃതീയ മേഖല. ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? തൃതീയ മേഖലയാണ്. ഓക്കെ, പ്രാഥമിക മേഖല ആരാണ്? കൃഷി അല്ലേ? കൃഷി വരുന്നതാണ് എന്ത്? പ്രാഥമിക മേഖല കൃഷി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റുകൾ, നല്ല കമൻറ്റുകൾ, ശുദ്ധമായ കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം. കമൻറ്റുകൾ ചെയ്യുമ്പോൾ യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കും വീണ്ടും വീഡിയോസ് ചെയ്യാൻ, എൻ്റെ വ്യൂസ് കൂടാനും ഒക്കെ കാരണമാകും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യണം? നല്ല കമൻറ്റ്സുകൾ ഗുഡാണെന്നെങ്കിൽ ഗുഡെന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു കമൻറ്റ്, എന്തെങ്കിലും ഒരു കമൻറ്റുകൾ നിങ്ങളിടുക. ഓക്കെ, അതെപ്പോഴും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ട് വെറുതെ പോകുന്നു അല്ലേ? ബാഡ് കമൻസിന് യൂട്യൂബ് പണി തരും, അതുപോലെ സത്യം. എന്നാൽ ഗുഡ് കമൻസിന് നല്ല ഇത് തരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കടന്ന് ഒച്ച വെച്ച് അലയ്ക്കുമ്പോൾ അത്രയെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ അല്ലേ? ഒരു ഉപകാരം വേണ്ടേ? അപ്പോൾ നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സായി, പക്ഷേ ഇതുവരെ നമുക്ക് ഇൻകംസ് ഒന്നും വന്നിട്ടില്ല അല്ലേ? അതെന്തുകൊണ്ടാണ്? വ്യൂസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗുഡ് കമൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മുമ്പോട്ട് കയറിപ്പോകും. കാരണം ഇടയ്ക്ക് ഞാൻ കുറച്ചൊരു ഡിലേ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും മുൻപോട്ട് കുതിക്കുന്നതാണ്. ഹോട്ടൽ നിൽക്കത്തില്ല അല്ലേ? PSC കിട്ടാൻ നമ്മൾ കുതിക്കുന്ന പോലെ വീണ്ടും മുൻപോട്ട് നമ്മൾ കുതിക്കുന്നതാണ്. തോൽവി നമുക്കൊരു ഇതല്ല അല്ലേ? നമ്മൾ തോൽവിക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അറിയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ശക്തമായി ശ്രമിക്കുക, വിജയം നമ്മുടെ അടുത്തുണ്ടാവും. ഓക്കെ, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയത് വന്നാലും എന്ത് ചെയ്യത്തില്ല? തളർന്നു പോകത്തില്ല. വീണ്ടും കുതിക്കും. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആവട്ടെ. എപ്പോഴും നല്ലൊരു മുൻപിലൊരു പോസിറ്റീവ് എനർജി കണ്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങുക. ഓക്കെ, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നതാണ്? തൃതീയ മേഖലയിൽ പെടുന്നതാണ്. തൃതീയ മേഖലയിൽ പെടുന്നതാണ്. അടുത്തത്, ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇവിടെ നമുക്ക് ഓർമ്മ വരുന്നു. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇവിടെ നമുക്ക് ഓർമ്മ വരാം. ആൻസർ RBI അല്ലേ? ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ കാരണമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരണം അല്ലേ? റിസർവ് ബാങ്കിനെ കുറിച്ച് കുറച്ച് പഠിച്ചു മുമ്പേ. അപ്പോൾ ഇതും കൂടി ഹിൽട്ടൺ യങ് ആണ്. RBI എപ്പോഴും യങ് ആണ്. ഓക്കെ, അടുത്തത്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ പ്രസ്താവന കേട്ടോ, ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭരണഘടനയിൽ എഴുതിയപ്പെട്ടേക്ക് ഡേറ്റ് ഏത് മാത്രമേ ഉള്ളൂ? ഈ ഒരു ഡേറ്റ് എപ്പോഴും എഴുതിയേക്കുന്നില്ല. 1949 നവംബർ 26 ഡേറ്റ് ഉണ്ട് അവിടെ എപ്പോഴും. അപ്പം ഇതെന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്? ഏത് വാചകമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണ് ഈ ഒരു ഡേറ്റ് പോലും കൊടുത്തേക്കുന്നത്. 49 നവംബർ 26 ഡേറ്റ് കൊടുത്തേക്കുന്ന അവിടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കട്ടെ. ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ അത് വായിച്ചു നോക്കണം. അത്രയും. ഓപ്ഷൻ എ, സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല എന്ന വകുപ്പാണ് 18. ഓക്കെ, സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ്, പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിൻ്റെ രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തു. വകുപ്പ് 17. മനുഷ്യക്കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണിചേക്കലിൻ്റെയും നിരോധനം വകുപ്പ് 23 ആണ്. ഓക്കെ,
അപ്പോൾ അതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ആരാണ്, അല്ലേ? ചേരാത്തവൻ ആരാണ്? മനുഷ്യ കച്ചവടം, 23. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലേ? ഓപ്ഷൻ ബി ആണ് പെടാത്തത്. ഓക്കെ, ഇത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിൽ വകുപ്പ് 44, അല്ലേ? അതാണ് വേണ്ടാത്തത്. ഇത് നമ്മുടെ കൂടെ സൈനിക വിദ്യാസമ്പന്നമായത് വകുപ്പ് 18 പ്രകാരമാണ്. ഇത് അൺടച്ചബിലിറ്റി എന്നൊരു സംഭവം എന്താണ്? വകുപ്പ് 17 വിലക്ക്, അല്ലേ? ഇനി മനുഷ്യ കച്ചവടത്തിൻ്റെ പരിപാടി എന്താണ്? നിർബന്ധിച്ച് പണി ചെയ്യിക്കുക, വകുപ്പ് 23 ഒക്കെ മനുഷ്യ കച്ചവടത്തിന് മൗലിക അവകാശങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിലൊക്കെ വരുന്ന സംഭവം മനുഷ്യ കച്ചവടത്തിൻ്റെയും ഓക്കെ, വകുപ്പ് 23. അപ്പോൾ അതൊക്കെ നമുക്കിത് ഡീറ്റെയിൽഡായി പഠിക്കേണ്ട സംഭവം. ഡിഗ്രി പ്രിലിംസിനും ഇതൊക്കെ മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിൻ്റെയൊക്കെ അത് 23 നമുക്കുള്ളത്. ഓക്കെ, 18, 23 ഒക്കെ നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോയിൻറ്റ്സാണ്. അപ്പം നോക്കട്ടെ, നെക്സ്റ്റ് ഇത് കൂടി നിർത്താം. നെക്സ്റ്റ് ചോദ്യം 42, 44, 73, 86 ഭേദഗതി. ഇത് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ഒരു നമുക്ക് നോക്കാം, അല്ലേ? ഉത്തരം ഇവിടെ താഴെയുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് എടുത്ത് വെക്കാം. ഇതിലേതാണ് ഉത്തരം നോക്കട്ടെ. ഒന്ന് അതിൻ്റെ എത്രയായിരുന്നു? ഒരു മിനിറ്റ്. ആൻസർ നമുക്ക് ഇത് വരാം. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ നിർവാഹമില്ല. ഓക്കെ, ഇവിടെയാണ്. അപ്പോൾ 42 ഭേദഗതി ഏതാണ്? 42 ഭേദഗതി എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് യോജിക്കുന്നു? 42 ഭേദഗതി നമുക്കറിയാം, അല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് 42 ചെറിയ ഭരണഘടന. 42 ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് 42 ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം. 42 ഭേദഗതി എന്ന് പറയുമ്പോൾ ശരിക്കും ഏതാണ്? നമുക്ക് ചെറിയ ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നുകൂടെ വരയ്ക്കാം. 42 ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏതുമായിട്ട് യോജിക്കും? ത്രിതല പഞ്ചായത്താണ്. അതിൽ ഏതാ വരിക? നമ്മുടെ മൗലിക കടമകളിലാണ് വരിക. മൗലിക കടമകളിലാണ് വരിക. 42 ഭേദഗതി ചെറിയ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മൗലിക കടമകളിലാണത് വരിക. ഈ 44 ഭേദഗതി നമുക്കറിയാം, അല്ലേ? 44 ഭേദഗതി ശരിക്കും എന്താണ്? സ്വത്തവകാശം എടുത്ത് മാറ്റിയല്ലേ? അപ്പോൾ ഏതിനകത്ത് വന്നു? വകുപ്പ് 300A ഉൾപ്പെടുത്തിയേക്കുന്നത്. വീണ്ടും സ്വത്തവകാശം മാറ്റിയ സംഭവമല്ലേ? അപ്പോൾ 300A വന്നേക്കുന്നത്. അതിനകത്ത് ഏത് വരും? നെക്സ്റ്റ് സെക്ഷനിൽ ഏതാ വരിക? അതായത് അതിൻ്റെത് ഇയർ വർഷം കൊടുത്തിട്ടുണ്ട്. 1978 വർഷം. അപ്പോൾ 44 ഭേദഗതി അപ്പോൾ 300A 1978, അല്ലേ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 300A. അത് ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആർക്കും ലാസ്റ്റ് ഗ്രേഡെന്ന് കൊടുത്തു കഴിഞ്ഞാലും കാണില്ല. പക്ഷേ നല്ലൊരു കണ്ടൻറ്റ്, അത് വായിച്ച് നോക്കണം എല്ലാവരും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 73 ഭേദഗതി, അല്ലേ? 73 പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 73 ഭേദഗതി. 73 ഭേദഗതി ശരിക്കും എന്താ? പഞ്ചായത്തിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ്? അവിടെ 9ാം പട്ടിക. 73 ഭേദഗതി 9 അത്? 10, 11, അല്ലേ? 11ാം പട്ടിക. പഞ്ചായത്ത് 11, ത്രിതല പഞ്ചായത്ത്. 73 11ാം പട്ടിക ത്രിതല പഞ്ചായത്തിനെ കുറിച്ചൊക്കെയാണ്. 86 നമുക്കറിയാലോ. 86 ഭേദഗതി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? വിദ്യാഭ്യാസമാണ്. 86 വകുപ്പ് 21A അതെന്ത് വരും? വിദ്യാഭ്യാസം, മൗലിക അവകാശം, അല്ലേ? 86 നമുക്കറിയാം. 86 ഇപ്പോൾ അടുത്തിടെ വെച്ചില്ലേ ഏറ്റവും കറൻ്റ്ലി വരുന്നത് 86 ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തിന് വരിക. അപ്പോൾ 21A അത് മൗലിക അവകാശമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ്, അല്ലേ? അപ്പോൾ 42, 44, 73, 86 ഒക്കെ നമുക്ക് ഇപ്പോഴും കറൻ്റ്ലി പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം. അതായത് 42 ഭേദഗതി എന്താണ്? ചെറിയ ഭരണഘടനയാണ്. അതിവിടെ മൗലിക കടമകളിലാണ് വരിക. 44 എന്ന് പറയുമ്പോൾ ഏത് വരുന്നു? വകുപ്പ് 300A അതിവിടെ വരിക. അതിൻ്റെ വർഷമാണുള്ളത് 1978 നടപ്പിലാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുമ്പോൾ 73 ഭേദഗതി എന്താണ്? 11ാം പട്ടികയിലാണ്. ത്രിതല പഞ്ചായത്തിൽ, അല്ലേ? ത്രിതല പഞ്ചായത്തിനെ കുറിച്ചുള്ളതാണ് 73 ഭേദഗതി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ഇല്ല, അതാണ്. നെക്സ്റ്റ് 86 എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാം. വകുപ്പ് 21A ഉണ്ട്. അതിൽ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി 25 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെയാണ്? ആൻസർ ഏത് വരാം? ആൻസർ ഇതെല്ലാം വിദ്യാഭ്യാസം. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ,
തൊഴിലാളി സംഘടന, വിവാഹമോചനവും പിന്നെ എന്താണ് വരുന്നത്, ദത്തെടുക്കലും. അപ്പോൾ ആൻസർ അത് വരുന്നു ഓപ്ഷൻ ബി ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് അത്രയും ഉണ്ട്. എന്താണ്? കൺകൺ ലിസ്റ്റാണ്. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹമെല്ലാം വരുന്നത് ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് ചോദ്യം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? രാജ്യസഭ പ്രസ്താവന 1, രാജ്യസഭയുടെ കാലാവധി 6 വർഷം. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന FPTPയിലൂടെയാണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായം. രാജ്യസഭാംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നത്. അല്ലേ? ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കെന്താണ് അല്ലേ, അതിനകത്ത് ആൻസർ ഇത് വരുന്നുണ്ട് ഇവിടെ. 35 വയസ്സല്ല അല്ലേ, 35 വയസ്സല്ല. പിന്നെ അപ്പോൾ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇതിൽ രാജ്യസഭയെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ് അല്ലേ. അതായത് രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി മനസ്സിലായി. തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്താണ്? 6 വർഷമാണ്. പക്ഷെ രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്താണ് ശരിക്കും? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അല്ലെ, തെറ്റാൻ ചാൻസ് ഉള്ള സംഭവം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. പക്ഷേ അത് ഒരു രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷമായിരിക്കും അല്ലേ. 6 വർഷം ആണ് രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വയസ്സ് ഉണ്ടായിരിക്കണം? എത്ര വയസ്സുള്ളപ്പോഴല്ലേ, എത്ര വയസ്സാണ് മിനിമം വേണ്ടത്? രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ എത്ര വയസ്സാണ് ഉണ്ടായിരിക്കേണ്ടത്? രാജ്യസഭയുടെ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാവണം. ശരിയാണ് പ്രസ്താവന? ശരിയല്ല. എത്ര വയസ്സ് മതി? 30 വയസ്സ് മതി രാജ്യസഭ അംഗമാകാനുള്ള യോഗ്യത. 30 വയസ്സ് വേണം. അതുപോലെ ഇന്ത്യൻ പൗരനും ആയിരിക്കണം. 30 വയസ്സ് വേണം ഇന്ത്യൻ പൗരനും ആയിരിക്കണമെന്ന് രാജ്യസഭാംഗമാകാം അല്ലേ. തിരഞ്ഞെടുപ്പ് രീതി എന്താണ്? പരോക്ഷമായ തിരഞ്ഞെടുപ്പ് രീതി അല്ലേ. സംസ്ഥാന നിയമസഭകളിലേക്ക് ജനങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധി അല്ലെങ്കിൽ MLA അവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യണം. അതിന് വേറൊരു പേര് പറയുന്നത് അറിയോ? ആനുപാതിക പ്രാതിനിധ്യ രീതി എന്ന് പറയും. ആനുപാതിക പ്രാതിനിധ്യ രീതി അല്ലേ. പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ എത്രയാണോ ഉള്ളത് പ്രൊപ്പോഷനായിട്ട് തീരുമാനിക്കുക. ആനുപാതിക പ്രാതിനിധ്യം എന്നാണ് പറയുക. ഓക്കെ, ആനുപാതിക പ്രാതിനിധ്യം. വയസ്സ് 30ആണ്. ഓക്കെ, ആനുപാതിക പ്രാതിനിധ്യം വഴിയാണ്, പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ് ഇവിടെ അംഗങ്ങളെ രാജ്യസഭാംഗങ്ങളെ തീരുമാനിക്കും. ഓക്കെ, ഇത്രയും മതി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? നാലാമത്തതാണ് പെടാത്തത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കാൻ പറ്റും. ശരി, അദ്ദേഹത്തിന് പരമോന്നത അധികാരമാണ് ആർക്കുള്ളത്? രാഷ്ട്രപതിക്ക് അല്ലേ. പക്ഷെങ്കിൽ ആ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ വക്താവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പേരും കൂടെ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുക. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൻ്റെത് രാഷ്ട്രപതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലേ. സ്വന്തം തീരുമാനമല്ല പക്ഷെ ഒരിക്കലും അത് അല്ലേ, ബാക്കി അവിടെയുള്ള കേന്ദ്ര ക്യാബിനറ്റ് അവിടെയുള്ള ആൾക്കാരും കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തോട് ചെയ്യിക്കുക എന്നുള്ളതും ഇൻറ്റേർണലി നടക്കുന്നൊരു കാര്യം. അപ്പോൾ പിന്നെ മന്ത്രിസഭയ്ക്ക് നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കുകയും ചെയ്യാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരവും അദ്ദേഹത്തിനുണ്ട്. പോക്കറ്റ് വീറ്റോ അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അടുത്ത ഒരു ചോദ്യം കൂടി നോക്കുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അല്ലേ. രാഷ്ട്രപതിക്ക് ആംഗ്ലോ ഇന്ത്യൻ അല്ലെങ്കിൽ 12 പേരിൽ അതിനകത്തുനിന്ന് ഇവരെ ലോക്സഭയിലേക്ക് നിർദ്ദേശം ചെയ്യാമായിരുന്നു. അത് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്?
ആൻസർ 104 ഭരണഘടനാ ഭേദഗതി. സോ 104 ഭരണഘടനാ ഭേദഗതി എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണെന്ത്? 104 ഭേദഗതി. 104 എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ രീതിയാണെന്ത്? 104 ഭരണഘടനാ രീതിയിൽ. നേരത്തെ 12 പേരെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലേ? അപ്പോൾ ആംഗ്ലോ ഇന്ത്യക്ക് 2 പേരായിരുന്നു, അപ്പോൾ അവരെ വേണ്ട. ആംഗ്ലോ ഇന്ത്യ 2 പേരായിരുന്നു, അവരെ വേണ്ട. അപ്പോൾ ഏതാണ്? 104 വെച്ചിട്ടാണ് അല്ലേ? 2 പേരെ വേണ്ട, രാഷ്ട്രപതി നിയമിക്കേണ്ട. സോ 104 വെച്ചിട്ടത് ഭേദഗതി ചെയ്ത് നടത്തങ്ങ് മാറ്റിക്കളഞ്ഞു അല്ലേ? വേണ്ട എന്ന് പറഞ്ഞു. രാഷ്ട്രപതി അങ്ങനെ ഇപ്പോൾ ചെയ്യണ്ട. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതിയെ നിർത്തലാക്കിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി, നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണെന്ത്? 104 ഭരണഘടനാ ഭേദഗതി. ഓക്കെ, 104 ഈ ആംഗ്ലോ ഇന്ത്യൻസിനെ രാഷ്ട്രപതി ഒന്നും ചെയ്യേണ്ട, അവിടെ ഇരുന്നോളൂ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.